പ്രിയ വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് തിഫ്ലത്തുൻ കൽ ഫരാശതി എന്ന പാഠമാണ്. പ്രിയ വിദ്യാർത്ഥികളെ, നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ശാന്ത എന്ന ഒരു കൊച്ചുകുട്ടിയെക്കുറിച്ചും അവളുടെ വലിയ സ്വപ്നങ്ങളെക്കുറിച്ചുമുള്ള മനോഹരമായൊരു പാഠഭാഗമാണ്. ഈ പാഠം നമ്മുടെയൊക്കെ ഉള്ളിലുള്ള സ്വപ്നങ്ങളെ എങ്ങനെ കഠിനാധ്വാനം കൊണ്ട് യാഥാർത്ഥ്യമാക്കാമെന്ന് പഠിപ്പിക്കുന്നു. ചോദ്യത്തിൽ നിന്ന് പിറന്ന സ്വപ്നം. ശാന്ത ഒരിക്കൽ ക്ലാസ്സിൽ തന്റെ ടീച്ചറോട് ഒരു ചോദ്യം ചോദിച്ചു. പക്ഷികളെപ്പോലെ നമുക്ക് പറക്കാൻ കഴിയുമോ? ടീച്ചർക്ക് അത്ഭുതമായി. അവർ ചോദിച്ചു, ശാന്ത, എവിടേക്കാണ് പറക്കേണ്ടത്? മറുപടി ഒരു നിമിഷം വൈകിയില്ല. ചന്ദ്രനിലേക്കും നക്ഷത്രങ്ങളിലേക്കും. ഈ മറുപടി കേട്ട് ക്ലാസ്സിലെ കുട്ടികൾ ചിരിച്ചു. എന്നാൽ ടീച്ചർ ചിരിച്ചില്ല. അവർ പുഞ്ചിരിച്ചു. ടീച്ചർ പറഞ്ഞു, ഇതൊരു നല്ല ചോദ്യമാണ്. നമുക്ക് പക്ഷികളെപ്പോലെ പറക്കാൻ കഴിയില്ലായിരിക്കാം, പക്ഷേ ബഹിരാകാശ വാഹനങ്ങളുടെ സഹായത്തോടെ നമുക്ക് ചന്ദ്രനിലെത്താൻ കഴിയും. ഈ വാക്കുകൾ ശാന്തയുടെ ഹൃദയത്തിൽ ഒരു സ്വപ്നത്തിന്റെ തീപ്പൊരിയിട്ടു. സ്വപ്നം യാഥാർത്ഥ്യമാക്കാനുള്ള യാത്ര. അന്നുമുതൽ ചന്ദ്രനിലേക്ക് പറക്കുന്നതിനെക്കുറിച്ച് അവൾ എപ്പോഴും സ്വപ്നം കണ്ടു. അവൾ വെറുതെ സ്വപ്നം കണ്ടിരുന്നില്ല. അവൾ എന്താണ് ചെയ്തതെന്നോ? അവൾ ബഹിരാകാശം, നക്ഷത്രങ്ങൾ, ബഹിരാകാശ സഞ്ചാരികൾ എന്നിവയെക്കുറിച്ച് വായിക്കാൻ തുടങ്ങി. ശാന്ത വളർന്നപ്പോൾ അവളുടെ സ്വപ്നങ്ങളും വളർന്നു. അവൾ കഠിനാധ്വാനത്തോടെയും ഉത്സാഹത്തോടെയും പഠിച്ചു. പ്രത്യേകിച്ചും ശാസ്ത്രീയ വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ബഹിരാകാശ ശാസ്ത്ര പുസ്തകങ്ങളിൽ മുഴുകി ലൈബ്രറികളിൽ അവൾ നീണ്ട മണിക്കൂറുകൾ ചിലവഴിച്ചു. അവളുടെ പരിശ്രമം തുടർന്നു. ലക്ഷ്യത്തിലേക്കുള്ള കുതിപ്പ്. സയൻസ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുമ്പോഴാണ് ശാന്ത ബഹിരാകാശ യാത്രികർക്കുള്ള പരിശീലന പരിഭ്രാമത്തെക്കുറിച്ചറിയുന്നത്. അവൾ ഉടൻ തന്നെ അപേക്ഷ നൽകി. മത്സരം കടുത്തതായിരുന്നു. പലതരം വെല്ലുവിളികൾ അവൾക്ക് നേരിടേണ്ടി വന്നു. എങ്കിലും ശാന്ത എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ചു. എല്ലാ പരീക്ഷകളിലും പരിശീലനങ്ങളിലും അവൾ വിജയിച്ചു. അങ്ങനെ ശാന്ത ബഹിരാകാശ യാത്രികരുടെ ടീമിൽ തിരഞ്ഞെടുക്കപ്പെട്ടു. ചെറിയ ക്ലാസ്സിൽ ഒരു ചോദ്യമായി തുടങ്ങിയ അവളുടെ ആഗ്രഹം യാഥാർത്ഥ്യമായിരിക്കുന്നു. ആ രാത്രി അവൾ ഒരു സ്വപ്നം കണ്ടു. ബഹിരാകാശ വേഷം ധരിച്ച് കണ്ണാടിക്കു മുന്നിൽ നിന്ന് അവൾ പുഞ്ചിരിക്കുന്നു. ടീച്ചറുടെ അഭിനന്ദനം. ഈ മഹത്തായ നേട്ടം അവളുടെ പ്രിയപ്പെട്ട ടീച്ചർ രശീദ അറിഞ്ഞപ്പോൾ അവർ ശാന്തയ്ക്ക് ഒരു അഭിനന്ദന സന്ദേശമയച്ചു. പ്രിയപ്പെട്ട ശാന്ത, നിങ്ങളുടെ ഈ അത്ഭുതകരമായ നേട്ടത്തിൽ ഞങ്ങൾ നിങ്ങളെ അഭിനന്ദിക്കുന്നു. തെരഞ്ഞെടുക്കപ്പെട്ട ബഹിരാകാശ യാത്രികളിൽ ഒരാളായി നിങ്ങൾ മാറിയതിൽ ഞങ്ങൾ അറ്റേയറ്റം അഭിമാനിക്കുന്നു. നിങ്ങളുടെ സ്വപ്നത്തിലേക്കുള്ള ഈ യാത്ര തുടരുക. ഭാവിയിലും നിങ്ങൾ വലിയ നേട്ടങ്ങൾ കൈവരിക്കും എന്നെനിക്ക് ഉറപ്പുണ്ട്. ഇതായിരുന്നു ടീച്ചറുടെ സ്നേഹം നിറഞ്ഞ വാക്കുകൾ. വിദ്യാർത്ഥികളെ, ശാന്തയുടെ ഈ കഥയിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള ഏറ്റവും വലിയ പാഠം ഇതാണ്. നമ്മുടെ സ്വപ്നം എത്ര വലുതോ അസാധ്യമോ ആയി തോന്നിയാലും കഠിനാധ്വാനം, പഠനം, സ്ഥിരമായ പരിശ്രമം എന്നിവയിലൂടെ അത് നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്നങ്ങളെക്കുറിച്ചും അവ എങ്ങനെ നേടാൻ സാധിക്കുമെന്നതിനെക്കുറിച്ചും ചിന്തിക്കാം. ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. ബൈ.